ഞാൻ ആദ്യം അച്ഛനും അമ്മക്കും കൊണ്ട് കൊടുക്കും. ആരാണോ പോയിട്ട് കൊറേ സമയമല്ല മോളെ. അച്ഛാ നിങ്ങക്ക് ഗുളിക വാങ്ങണ്ടേ? അത് കണ്ടോന്താറുണ്ടാവില്ല, എന്നിട്ട് യാത്രയ്ക്ക് പോയിട്ടുണ്ടാവും. അക്ഷയ കേന്ദ്രങ്ങളിൽ ഇന്ന് മസ്റ്ററിംഗ് തുടങ്ങും. അച്ഛൻ നിങ്ങളെ പെൻഷൻ ഇല്ലേ, നിങ്ങൾ രണ്ടാളും വാങ്ങുന്ന പെൻഷൻ ഇല്ലേ, അത് ഈ മാസം ജൂലൈ 17 മുതൽ സെപ്റ്റംബർ 30 വരെ ഉണ്ട് അതിന്റെ സമയം. അത് പുതുക്കണം ഒന്നും കൂടി. ആ 2 മാസം ഉണ്ട്, അതിനുള്ളിൽ പുതുക്കണം. അവിടെ അക്ഷയയില് പോയിട്ട് പുതുക്കണം. അമ്മേനെ കൂട്ടണം മോട്ടോർ അന്ന് വരിയതിന് അത് അതിനാ വന്നിനൊരു ദിവസം. കേരള ഗവൺമെന്റ് ആ തേങ്ങ വീണ് കണ്ടിട്ടമ്മ നല്ല തേങ്ങ. അല്ല നിങ്ങ എത്ര സമയം പോയിട്ട് ഗുളിക കണ്ടോന്നാറുണ്ടായിട്ടാ? ഓ മരുന്ന് മേടിക്കാൻ പ്ലാത്രക്ക് തന്നെ പോയി. പ്ലാത്ര രാഗി മെഡിക്കൽ ശ്രീ ഏകദേശം എല്ലാം മരുന്നുണ്ട്. അതുകൊണ്ട് അവിടെ പോയിട്ട് കിട്ടി, മരുന്ന് കിട്ടി. കുറച്ച് ചിക്കൻ വാങ്ങിനേ. ചിക്കൻ മേടിച്ചു, മീൻ കൊണ്ടിരുന്നു. ചിക്കൻ ഇപ്പൊ ഭയങ്കര വിലയല്ലേ? ഓ ചിക്കൻ വിലന്നെ, മീനും വിലന്നെ, എല്ലാം വിലന്നെ. ഏതായാലും ചിക്കൻ വാങ്ങി, കുറച്ച് പാറ്റുമ്പാളും വാങ്ങി. അച്ഛാ ഗുളിക ചെയ്തേ. ഓ എന്നാ പിന്നെ ചിക്കൻ കരി അങ്ങ് വറുക്കാം. കരിയെ വറക്കാനാ? കരിക്കാൻ വേണ്ടിട്ടാ. എപ്പാ ഞാൻ കരിച്ചു വെച്ചിട്ടാ ഇങ്ങനെ പറയില്ല കേട്ടാ. ഞാൻ തമാശക്ക് പറഞ്ഞാപ്പ. തമാശക്കായാലോ? കരിച്ചു വെച്ചിനോളുമേ എങ്ങനെയുണ്ടോ പറയല്? അപ്പൊ അങ്ങ് കരിച്ചിട്ടുണ്ടോ അച്ഛാ ഞാൻ ചിക്കൻ? ഞാൻ എപ്പങ്ങ് ചിക്കൻ കരിച്ചു വെച്ചിട്ടുണ്ടോ അച്ഛാ? ചിക്കൻ ഞാൻ എപ്പങ്ങ് കരിച്ചിട്ടുണ്ടാ? കറിയില്ലല്ല. അച്ഛനും മോനെ കണക്കന്നെ. തമാശയും പറയാൻ പറ്റൂലപ്പ. കുറച്ച് ചാറാക്കി വെച്ചോ, വേറെ കറിയൊന്നും വെച്ചിട്ടുണ്ടാവില്ലല്ല. മാങ്ങയുണ്ട് അച്ഛാ, പഴുത്ത വാങ്ങാം. രണ്ടാളും മുറിച്ചു തിന്നോ? കഴുകണം മുത്തിയാ. ഞാൻ ആക്കിട്ട് എത്തേ. എന്നാ പിന്നെ അങ്ങ് മാങ്ങ മുറിച്ചോ. പത്രം മതിയാ? വായിച്ചു കഴിഞ്ഞോ? അച്ഛൻ വായിച്ചു കഴിഞ്ഞു. അമ്മക്ക് നോക്കണ്ട? നിങ്ങക്ക് നോക്കണ്ടേ? വേണ്ട, എന്നാലും എന്തെങ്കിലും ഒന്ന് നോക്കിക്കൂടെ? അമ്മേന്റെ പറൂറ് നാട്ടിലെ താരം കൊണ്ടോന്നല്ലോ നോക്കിക്കൂടെ? കണ്ടാലറിയില്ല അല്ലേ? അച്ഛൻ വലുതും കാണുന്നുണ്ടല്ലോ, നമുക്ക് അതും കാണുന്നില്ല. കണ്ണാട വെക്കണ്ട്. വാ വാ വാ, മഴ വരുന്നുണ്ട്. നല്ല മഴ വരുന്നുണ്ട്. വൈകുന്നേരം പയ്യന്നൂര് പോണം. വൈകുന്നേരം പയ്യന്നൂര് ചെക്കന്റെ പല്ലിന് കാണിക്കേണ്ട അവസ്ഥയിന്ന്. ചെക്കന്റെ പല്ലും കാണിക്കാണ്ടല്ലേ? പല്ലിന് ടൈറ്റ് ആക്കാണ്ട് 2-3 ദിവസമായി ഡേറ്റ് കഴിഞ്ഞിട്ട്. അത് 1 മാസം കഴിയുമ്പോ കാണിക്കണം. എന്നാ ഞാൻ പോയിട്ട് വരേ. ഞാനും വരുന്ന എന്നെയും കൂട്ട്. ഡോക്ടർ പോയി. അല്ല ഓന് സ്കൂളിൽ പോയിട്ടേ. അച്ഛാമ്മ ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാം കേട്ടാ. പോയിട്ട് വരാം, കറിയാക്കട്ടെ. മഴ പെയ്യാ? മഴ പെയ്യാതിരിക്കട്ടെ, കൊറേ അലക്കാനുണ്ടായി. നടക്ക്. വാനം പാടി ഏതോ തീരങ്ങൾ തീരുന്ന വാനം പാടി ഏതോ. മീനല്ല ചിക്കനാണ് കൂട്ടാ. ഉച്ചക്ക് മനസ്സിലായിട്ടല്ലേ? ഇതാ മാങ്ങിതാ. ഒട്ടാകെ 4 മാങ്ങ വാങ്ങി. മാങ്ങക്കാലും വില കൂടി. പഴുത്ത മാങ്ങക്ക് ഇപ്പൊ 75 റുപ്യ. ഇത് രണ്ടും അല്ലേ? ഇത് എനക്കല്ല അതൊക്കും. ഇനി 1 നഷുവിനും 1 നവലിനും. 4 മാങ്ങ. 1 അച്ഛനും അമ്മക്കും അല്ലേ? അങ്ങനെ ഇന്നത്തെ ഓഹരി ഇതായാ. അപ്പൊ നമ്മുടെ തക്കാളി ആവുമ്പോൾ മുറിച്ച് വെച്ചിട്ടുണ്ട്. തക്കാളി കൂടുതൽ എടുത്തിനാ. സവാള 1 അല്ലേ? ഇഞ്ചി വെളുത്തുള്ളി ചതക്കണ്ടയാ? ചതക്കണം. അപ്പൊ നമ്മുടെ ചിക്കൻ അവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിയ മുളക്ക്, മേലെ മുളക്കല്ല.
എന്താ ഇതാ അതിൻ്റെ ഏതാ ഏ നെല്ലിപ്പല്ല വരെ കണ്ടോ നെല്ലിപ്പല്ല മധുരമുണ്ട് കേട്ടാ മധുരമുണ്ട് എങ്ങനെ ആക്കുന്നത് വറുത്തരച്ചിട്ട് അപ്പോൾ ഇതെന്നാ ഗ്രാമ്പൂ പട്ട ഏലക്ക ആ ചെറിയ കഷ്ണം പട്ടി ഒരു ഏലക്കായും 2 ഗ്രാമ്പൂ അല്ലേ കുരുമുളക് ഇതൊന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ ഇത് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് മൂപ്പ് ചേർക്കണം അല്ലേ ചുവപ്പ് കളർ വേണം അപ്പോൾ നമ്മുടെ തേങ്ങയുടെ കളറിൽ മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ കറിവേപ്പില അപ്പോൾ നമ്മുടെ തേങ്ങയില മൂന്ന് വന്നിട്ടുണ്ട് ഇനി പൊടികൾ ചേർക്കാം അല്ലേ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ചേർക്കുന്നില്ല ഓക്കെ ഇനി മല്ലിപ്പൊടി എത്ര എടുത്തിന് മല്ലി 2 സ്പൂൺ എടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കുക ഇനി നമ്മുടെ മുളക് പൊടി അല്ലേ മുളക് പൊടി കേട്ടോ എത്ര 2 കാശ്മീരി അല്ലേ 2.5 അപ്പോൾ നമ്മുടെ പൊടികളുടെ പച്ചമണൽ മാറിയിട്ടുണ്ട് ഇനി കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുന്നു കേട്ടോ ഈ വെളിച്ചെണ്ണ കിടന്നിട്ട് ഒന്നും കൂടെ മുരിയണം അല്ല ഇത് 2 സ്പൂൺ വെളിച്ചെണ്ണ വയ്ക്കുന്നുണ്ട് കുറച്ച് വലിയ സ്പൂണാണ് ഓക്കെ തീ ഓഫാക്കി വെക്കുക തണിഞ്ഞിട്ട് എടുത്ത് അരക്കാം കേട്ടോ നല്ല പേസ്റ്റ് എടുത്ത് അരച്ചെടുക്കണം അപ്പോൾ നമ്മുടെ തേങ്ങ തണിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ആദ്യം വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം അല്ലേ ആദ്യം വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കട്ടെ അപ്പോൾ വെള്ളം ചേർക്കാതെ അരച്ചെടുത്തിട്ടുണ്ടേ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇനി അരച്ചെടുക്കണം അല്ലേ അങ്ങനെ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ കറി തയ്യാറാക്കാം അല്ലേ അപ്പോൾ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടി ചൂടായി വന്നു കുറച്ച് വെളിച്ചെണ്ണ അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ടേ ഇനി കുറച്ച് പെരിഞ്ചീരകം ഇടുന്നുണ്ട് ലേശം പിന്നെ അടുത്ത് നമ്മുടെ എന്താ കുനുകുന അരിഞ്ഞ സവാള ഒറ്റ സവാള മാത്രം എടുത്തിട്ടു ഇട്ട് കൊടുക്കുക വഴറ്റിയെടുക്കുക ഇനി അടുത്ത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് മറ്റ് 2 പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക പാകത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഏകദേശം നമ്മുടെ ഉള്ളിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ തക്കാളിയെ നല്ലൂടുണ്ട് അപ്പോൾ ഇതിയേട്ടാ ഏകദേശം ഒരു വലിയ തക്കാളി മതി ഇനി ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അരപ്പിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക ഒഴിച്ചേ ചാറ് വന്നില്ലേ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു അപ്പോൾ നമ്മുടെ അരപ്പ് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കട്ടെ ഇളക്കി വേപ്പിക്കാം മസാല പിടിക്കാം ആ തുണിന്ന് പൊട്ടിയാൽ മസാല മുങ്ങിക്കട്ടെ വേവട്ടെ ഇളക്കറ
കുറച്ചും കുറുകണ കുറച്ചും കൂടെ ഒന്ന് കുറുകി വരട്ടോ കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ലേശം കുരുമുളക് പൊടി ഒന്ന് വെതറി കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കുരുമുളക് രുചി ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കണ്ട അല്ലേ, നമുക്ക് അത് ഇഷ്ടമാണ്. ഒന്നുകൂടെ ചെറുങ്ങനെ ഒന്ന് ചൂടാവട്ടെ അല്ലേ. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയി കേട്ടോ. ലേശം പച്ച വെളിച്ചെണ്ണ കൊണ്ട് വയ്ക്കുന്നുണ്ട്. ഓക്കെ, ഇനി ആദ്യം അച്ഛനമ്മക്കും കൊണ്ട് കൊടുക്കുക. സമയം 1:30 കൃത്യമായി അല്ലേ. അച്ഛൻ ചോറ് വേണമെന്ന് പറയണേ, കുറച്ചേ വേണം പറ്റും. അപ്പൊ നമ്മൾ ഇന്നലത്തെ സ്പെഷ്യൽ ചിക്കൻ കറിയാണേ. ചിക്കൻ കുറച്ച് ചാറാക്കി വെച്ചാ അയച്ചാൽ ഇല്ലാക്കല്ലേ. അല്ലെങ്കിൽ ഒരു പാത്രം എടുത്തോ. എന്താ പാത്രത്തിൽ അച്ഛൻ അത്രയും കഷ്ണം കൂട്ടൂലൂ അല്ലേ. മതി, അത്ര അച്ഛന് ചാറാവുണ്ട്, നല്ലോണം ചാറ് വേണം കറിയില്. എനിക്ക് ചാറ് ഇങ്ങനെ കുഴക്കണം. അമ്മ നേരെ തിരിച്ചു വന്നേ. അമ്മക്ക് അത്രയൊന്നും വേണ്ട. അമ്മ വേണമെങ്കിൽ ഒരു പപ്പടത്തോണ്ട് തോന്നുന്നു അല്ലേ. അച്ഛാ രസമുണ്ടാ? നല്ല രസമുണ്ട്. നിങ്ങൾക്ക് വേണ്ടിട്ട് ഞാൻ ചാറാക്കിന്, ഇല്ലെങ്കിൽ ഞാൻ വറ്റിച്ചു വെക്കാനാണ്. വലിയ വറ്റിച്ചിട്ടാക്കിട്ട് പിന്നെ ഇങ്ങനെ ഞാൻ ചോദിച്ചു, ഓ അച്ഛന് കൊയച്ചു തിന്നണ്ടേ. അമ്മേ എങ്ങനെയുണ്ട് ഉമ്മേ കറി? അപ്പോൾ ചോറിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അല്ലാതെ ഇപ്പം തറവാട്ടിൽ പോയി കൊണ്ടു കൊടുത്തു അച്ഛനും അമ്മക്കും കറി. ആയിട്ടേ ഇതെടുക്ക് വിശക്കന്ന്. ഇതെന്നാണ്? ഓ അവിടെ തറവാട്ടിൽ നിന്ന് തന്നെയായിരിക്കും അല്ലേ. ഏർത്തിരി കറി. ഓ കറി ഇഷ്ടം പോലെ ആയാലോ എന്നാൽ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ നമ്മുടെ ചിക്കൻ കറി ഉണ്ട്, കോട്ടപ്പയർ വറവ്, തോര. കറി കാണാൻ നല്ല തന്നെ, കാണാൻ നല്ല രസമുണ്ട്. കൂട്ടിട്ട് നോക്കട്ടെ. അല്ല തന്നെ ഇങ്ങോട്ട് നോക്കി പറ. അല്ല എന്താ ചാറ് സൂപ്പറായി, നല്ല മസാല അല്ലേ. എന്നാൽ പിന്നെ ഞാനും കഴിക്കട്ടെ. ആദ്യം ഇന്നത്തെ സ്പെഷ്യൽ നമ്മുടെ ചിക്കൻ കറി. ചാറ് എടുക്കട്ടെ. പക്ഷേ നല്ല കുറിയ ചാറാണ്. ചോറിൽ കുഴക്കുക. നല്ല കറി ആയിരുന്നു കേട്ടോ. സൂപ്പർ കറി. നിങ്ങൾക്ക് അടിച്ചു നാടൻ കോഴിയല്ല. കുറച്ച് ചാറ് കുറിയോണ്ട് അത്ര ഇല്ല കേട്ടോ, മതി. കുറച്ച് നമ്മുടെ കോട്ടപ്പയർ എല്ലാം കൊണ്ട് പെരക്കി. അപ്പോൾ അതിൻ്റെ ലിവർ എനക്കെന്നെ വന്നിനി അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലിവർ. ഏർത്തിയുടെ തുവരക്കറി രാവിലെ കറിയാക്കിയിട്ട് ചപ്പാത്തി കമ്പനി പണിക്ക് പോയതാണ്. അത് ഏർത്തിനെ കാണാതെ. ഏർത്തി അങ്ങനെ വീഡിയോ നിൽക്കാൻ താല്പര്യം കുറവാണ്. കുറേ ആൾ ചോദിക്കുന്നുണ്ട് അല്ലേ, ഏർത്തിനെ കാണുന്നില്ല. ഏർത്തിക്ക് രാവിലെ പോവുകയും ചെയ്യും, പിന്നെ വീഡിയോ എടുക്കാൻ വലിയ താല്പര്യമില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഏട്ടൻ രാവിലെ പണിക്ക് പോയി. അത് അച്ഛനമ്മയും തറവാട്ടിൽ ഒറ്റക്ക് കേട്ടോ.
എന്നാ പിന്നെ കഴിക്കട്ടോ കേട്ടാ. ഓക്കെ.